കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെയും കായംകുളം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കരിയർ അവബോധ ക്ലാസ് നടത്തി. കരിയർ എക്സ്പെർട്ട് ജി വിനോദ് ക്ലാസ് നയിച്ചു. കോൺഫെഡറേഷൻ ഓഫ് റെസിഡൻസ് വെൽഫെയർ അസോസിയേഷന്റെയും കായംകുളം ടൗൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് കരിയർ ഡെവലപ്മെന്റ് സെന്ററിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് രക്ഷകർത്താക്കൾക്കായി കരിയർ ജ്വാല എന്ന പേരിൽ കരിയർ അവബോധ ക്ലാസ് നടത്തിയത്. മാറിവരുന്ന തൊഴിൽ സാഹചര്യങ്ങൾക്ക് അനുസൃതമായി കുട്ടികളെ എങ്ങനെ പ്രാപ്തരാക്കാം എന്ന വിഷയത്തിൽ കരിയർ എക്സ്പെർട്ട് ജി വിനോദ് ക്ലാസുകൾ നയിച്ചു. സ്കൂളുകളിലൊക്കെ ഒരുപാട് പ്രൈവറ്റ് ഏജൻസികളൊക്കെ വന്ന് ക്ലാസ്സുകൾ എടുക്കും. കരിയർ ക്ലാസ്സുകൾ എന്ന് പറഞ്ഞിട്ട് വന്നെടുക്കും. അവരൊക്കെ വന്ന് കുട്ടികളുടെ അഡ്രസ്സ് കളക്ട് ചെയ്തുകൊണ്ട് പോയി അവർ അംഗീകാരമില്ലാത്ത കോഴ്സുകളിലേക്കോ അംഗീകാരമില്ലാത്ത സ്ഥാപനങ്ങളിലേക്കോ നമ്മുടെ വീട്ടുകാരെ അങ്ങ് നിരന്തരമായിട്ട് ഫോൺ കോളിലൂടെ അങ്ങ് ശല്യപ്പെടുത്തും. ഇന്ന കോഴ്സിന് ചേര്, ഇന്ന കോളേജിൽ ചേര്. അപ്പം നമ്മൾ ശല്യം സഹിക്കാം, അല്ലെങ്കിൽ അതിൽ വിശ്വസിച്ചുകൊണ്ട് ഇത്തരം സ്ഥാപനങ്ങളിലേക്ക് എത്തിപ്പെടുന്ന ഒരു ദുരന്തമുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. കോർവ കായംകുളം മേഖലാ പ്രസിഡന്റ് ലിയാഖത്ത് പറമ്പി അധ്യക്ഷത വഹിച്ചു. എംപ്ലോയ്മെന്റ് ഓഫീസർ എസ് കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ നമ്മൾ ഈ കരിയർ ഡെവലപ്മെന്റ് സെന്റർ ഇവിടെ ആരംഭിച്ചിട്ട് അപ്പോൾ ഞങ്ങൾക്കുണ്ടായ 1-2 അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കാം. അപ്പോൾ ഒരു ദിവസം ഞാനിവിടെ ഇരുന്നപ്പോഴേ ഒരു രക്ഷകർത്താവ് പറഞ്ഞാൽ ഒരു കുട്ടിയും അവരുടെ ആ കുട്ടിയുടെ മാതാവും പിതാവും കൂടെ എൻ്റെ അടുത്ത് വന്നു. അപ്പോൾ കുട്ടിക്ക് ഇപ്പോൾ പിതാവാണ് ആദ്യം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഈ കുട്ടിക്ക് പഠനത്തിൽ ഇപ്പം സ്വല്പം പഴയതുപോലെയല്ല, നേരത്തെ നല്ലപോലെ പഠിച്ചു വന്നിരുന്നതാണ്. ഇപ്പം CBSE സ്കൂളിലാണ് പഠിക്കുന്നത്. സ്കൂളിൻ്റെ പേർപെട അടിച്ചൊരു സ്കൂളാണ്, നല്ല പേരുകേട്ട സ്കൂളൊക്കെയാണ്, നല്ല രീതിയിൽ റിസൾട്ടൊക്കെ ഉള്ളൊരു സ്കൂളാണ്. അപ്പോൾ ആ സ്കൂളിൽ പഠിച്ചവരാണ് ഒരു 80% 85% മാർക്കിന് മേളിൽ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഏത് പരീക്ഷ എഴുതിയാലും. ജൂനിയർ എംപ്ലോയ്മെന്റ് ഓഫീസർ ബി സാബു സ്വാഗതം ആശംസിച്ചു. കോർവ സെക്രട്ടറി KV വസന്തരാജൻ, വനിതാ വിഭാഗം സെക്രട്ടറി ഷീല ശശി, ട്രഷറർ അബ്ദുൾ സത്താർ, സംസ്ഥാന കമ്മിറ്റി അംഗം അബ്ദുൾ ലത്തീഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. കായംകുളത്തെ വിവിധ റെസിഡൻസ് അസോസിയേഷനുകളെ പ്രതിനിധീകരിച്ച് 50ഓളം രക്ഷകർത്താക്കൾ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.